2009 പൂട്ടിയ കോഴിക്കോട് കോംട്രസ്റ്റ് നെയ്ത്തുശാല സർക്കാർ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ഇത്തവണത്തെ ബജറ്റിലും മിണ്ടാട്ടമില്ല. നെയ്ത്തുശാല നിശ്ചലമായതിനെ തുടർന്ന് നൂറുകണക്കിന് ജീവനക്കാർ വഴിയാധാരമായിട്ടും സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാതെ മുഖം തിരിച്ചുവെന്നാണ് പരാതി. കോംട്രസ്റ്റ് സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനിക്ക് മുന്നിൽ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നിരന്തരം സമരങ്ങൾ നടന്നിരുന്നു. 176 വർഷത്തെ പഴക്കമുള്ള മാനാഞ്ചിറയ്ക്ക് സമീപമുള്ള കോംട്രസ്റ്റ് കോഴിക്കോടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ കെട്ടിടത്തിൽ പല ഭാഗങ്ങളും ഇന്ന് ഇടിഞ്ഞുപൊളിഞ്ഞ നിലയിലാണ്. 17 വർഷം മുമ്പ് അടച്ചുപൂട്ടിയ നെയ്ത്തുശാലയിലെ യന്ത്രോപകരണങ്ങൾ മിക്കവയും നശിച്ചു കഴിഞ്ഞു. സർക്കാർ ഏറ്റെടുത്ത് ഹെറിറ്റേജ് മ്യൂസിയവും നെയ്ത്തുശാലയുമാക്കി മാറ്റാനാണ് 2012 സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. എന്നാൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിട്ടും ബിൽ പ്രകാരം ഏറ്റെടുക്കൽ നടപടികൾക്കുള്ള ഒരു നീക്കവും സംസ്ഥാന വ്യവസായ വകുപ്പ് നടത്തിയിട്ടില്ലെന്നതാണ് വാസ്തവം. LDF ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ 10 വർഷക്കാലം ഒരു ഭരണത്തിൽ ഇരിക്കുമ്പോൾ LDF ഭരണത്തിലിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം എന്താ പറയുക, ഇത് സർക്കാരാണ് ഏറ്റെടുത്തിരിക്കുന്നത്, ഇത് UDF അല്ല ഏറ്റെടുത്ത്. LDF ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 10 വർഷമൊന്നും വേണ്ടാന്ന്, ഒരു സെക്കൻഡ് ഒന്ന് ഇരുന്നും കണ്ട് തൊഴിലാളികൾ ആവശ്യം എന്താണോ ഒന്ന് പരിഗണിക്കുക. കാരണം ഈ ഫാക്ടറി ഇങ്ങനെ നശിച്ചു പോകണോ. അപ്പോൾ നമ്മളിപ്പോൾ സമരം ചെയ്യാൻ ഞങ്ങളില്ല. എന്താ കാരണം ഇതിന് ആരോട് സമരം ചെയ്യാനെന്ന് ഇത് മൊത്തം അറിയുന്ന തൊഴിലാളി വർഗ്ഗ പാർട്ടി ഭരിക്കുമ്പോൾ ആരോട് ഞങ്ങൾ സമരം ചെയ്യാനാണ്? ഇത് സർക്കാരാണ് നടപ്പിലാക്കേണ്ടതെന്ന് ഹൈക്കോടതി ചട്ടം ഒരു ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ സർക്കാർ എവിടെ നിന്ന് എടുത്ത് നടപ്പിലാക്കും? ഒരു ബജറ്റിൽ ഒരു 10 പൈസ ഒരു സർക്കാർ മാറ്റി വെച്ചിട്ടുമില്ല. 10 വർഷക്കാലം ഒന്ന് സംസാരിക്കാൻ ഞങ്ങൾ ഇവരെ പടിവാതിക്ക് ചെല്ലുമ്പോൾ എന്താ പറയുക, നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു അത് സംസാരിക്കേണ്ട വിഷയമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണോ പണിയെടുത്ത് അവിടുന്ന് പിരിഞ്ഞു പോയിക്കോളാൻ പറയും. ഇത് എന്തിനാണ് നിയമം ഉണ്ടാക്കി വെച്ചത്? ഇത് ആർക്ക് വേണ്ടിയാണ് നിയമം? അതേസമയം നെയ്ത്തുശാല സ്ഥിതി ചെയ്യുന്ന കണ്ണായ സ്ഥലം കൈക്കലാക്കാനുള്ള ശ്രമം CPM നടത്തുകയും ചെയ്തിരുന്നു. ഭൂമാഫിയയുടെ ഭാഗമായ ചിലരും സ്ഥലം കൈവശപ്പെടുത്താൻ നീക്കം നടത്തിയിരുന്നതായാണ് ആരോപണം. ഇടത് സർക്കാരിന്റെ ഈ ബജറ്റിലെങ്കിലും കോംട്രസ്റ്റ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശമുണ്ടാകുമെന്ന് സമരസമിതിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ കോംട്രസ്റ്റിന്റെ കാര്യത്തിൽ മാത്രം ഒരു പരാമർശവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, സർക്കാർ തുടരുന്ന അവഗണനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, കോഴിക്കോട്.